Hello, hi, I'm Naidika. To 9 വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഭയങ്കര സൗണ്ട് പൊല്യൂഷനാണ്, ഭയങ്കര സൗണ്ടാണ് ഇവിടെ. കാരണം ഇവിടെ അച്ഛൻ ടി വി വെച്ചിട്ടുണ്ട്, ഇവിടെ അച്ഛനും ടി വി വെച്ചിട്ടുണ്ട്. ഇപ്പം മുകളിലാണെങ്കിൽ വേറെ റൂംസൊക്കെ പോയിട്ട് എടുക്കാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് അച്ഛൻ അമ്മായിട്ട് തൊട്ടപ്പുറം റൂമിലത്തെ സോഫയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ പറയാം. ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു ബിഗ് ബോസ് സീസൺ 7 ഒരു ഇൻട്രൊഡ്യൂസിങ് പേപ്പർ ഉണ്ടാക്കണം എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ 2 പേരുടെ ഒരു ഇൻട്രൊഡ്യൂസിങ് ചാർട്ട് എനിക്ക് അതുകൊണ്ട് ഒരു ഒപ്പീനിയൻ നിങ്ങളോട് പങ്കുവെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്തത്. നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്ക് ആ ഒരു ബിഗ് ബോസിൽ നിന്ന് തോന്നിയ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ വയസ്സ് വ്യത്യാസം ഒന്നും നിങ്ങൾ കണക്ക് കൂട്ടരുത്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ എവിടെയാണെങ്കിലും പറയും, നിങ്ങളോട് അന്ന് പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഇഷ്ടമെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കവിടെ 2 പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പോപ്പുലറായിട്ട് ഇരിക്കുന്നത് അനുമോൾ, ജിസേലിൻ്റെ സീസൺ 7 കാര്യമാണ് പറഞ്ഞത്. അനുമോൾ, ജിസേൽ, ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചത് 2 കോമ്പോസ് എടുക്കാം, ആര്യനും ജിസേലും എടുക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ജിസേലിൻ്റെ കാര്യം പറയാം. ഓക്കെ, ജിസേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു വ്യക്തിത്വമുള്ള പേഴ്സണാലിറ്റി ഉള്ള ചേച്ചിയാണ്. ചേച്ചിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു ബിഗ് ബോസിൽ നിന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നല്ല ഗെയിമറാണ്. ബട്ട് അയാളുടെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോഡലൊക്കെയാണ്, നല്ല മേക്കപ്പ് ചെയ്യും. ബട്ട് അയാളുടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ് എവറിറ്റീസ് അയാൾക്ക് നന്നായിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നമ്മളൊരു ഷോയിൽ, ഇപ്പോൾ നമ്മളിതൊരു പൊതു ഷോയാണ്, കാര്യം എല്ലാവരും കാണുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ ഇപ്പോൾ എത്ര വയസ്സുള്ള ആൾക്കാരും കാണുന്ന ഷോയാണ്. അപ്പോൾ ഈ ഷോയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ശ്രീനടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മോഹൻലാൽ പറയുന്നൊരു കാര്യം, ഇപ്പം മോശമായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അത് നമ്മൾ അവോയ്ഡ് ചെയ്യാത്ത വിധം നമ്മുടെ വ്യക്തിത്വം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ജിസേൽ ചേച്ചി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസേൽ ചേച്ചിയുടെ വ്യക്തിത്വം, ജിസേൽ ചേച്ചിക്ക് എന്താണോ ചെയ്യുന്നത് അത് ഓപ്പൺ ആയി ചെയ്യുകയാണ് ജിസേൽ ചേച്ചി ചെയ്യുന്നത്. സമയത്ത് ഇപ്പോൾ ശ്രീ മോഹൻലാലിനോട് പറയായിരുന്നു, മോഹൻലാൽ അല്ലെങ്കിൽ സാർ, എനിക്കിങ്ങനെ മേക്കപ്പ് ഇല്ലാതെ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഒരു വാട്ട് എവറിറ്റീസ് ഒന്ന് കൺട്രോൾ ചെയ്ത് തരണം. അപ്പോൾ അങ്ങനെ പറയായിരുന്നു. ബട്ട് ഇത് വാട്ട് എവർ ഇത് എന്താ പറയുക, റോബറി ചെയ്ത് കള്ളത്തരത്തിലൂടെ ഇത് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അത് അനുമോൾ ചേച്ചി പിടിച്ചപ്പോൾ സ്വന്തം തെറ്റ് ഒരാൾ പിടിച്ച് കാണിക്കുമ്പോൾ നമ്മൾ തെറ്റാണെന്ന് നമ്മൾ അംഗീകരിക്കണം. അങ്ങനത്തെ ഒരു പ്രോസസ്സ് അയാൾക്ക് വേണം. കാരണം ഷോയിൽ നോക്കുമ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു, പിന്നെ അപ്പോൾ ഈ ചേച്ചിക്ക് അറിയാം ഇത് പീപ്പിൾസ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ ചേച്ചി ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകർ പൊട്ടന്മാരല്ല. ചേച്ചി ഇങ്ങനെ വിചാരിച്ചൊന്നല്ല ഞാൻ പറയണത്, അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. കാരണം നമ്മളെന്തെങ്കിലും കാണുന്ന ഷോയാണ്, പക്ഷെ നല്ലൊരു ഗെയിമറാണ്, നന്നായിട്ട് എന്താ പറയുക പ്രോഗ്രാംസൊക്കെ തന്നിട്ടൊരു ഇൻട്രൊഡ്യൂസിങ് പവർ നൽകുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചേച്ചിൻ്റെ. ബട്ട് ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ, നമ്മളിപ്പോൾ ഒരു ഷോയിൽ അതിൻ്റെ ശ്രീനടൻ പറയുമ്പോൾ നമ്മുടെ വാട്ട് എവറിറ്റീസ് എന്താണോ അത് തുറന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിത്വം ഉണർവാവുക. അല്ലെങ്കിൽ റോബർ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയും തെറ്റാണ്. ഓക്കെ, ഇതാണ് എനിക്ക് ജിസേൽ ചേച്ചിയോട് പറയാനുള്ളത്. നല്ല ഗെയിമറാണ്. അപ്പം അത്ര തന്നെ. ഈ നമുക്ക് അടുത്ത ആര്യച്ചേട്ടനെ കുറിച്ച് പറഞ്ഞാലോ. ഈ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ആര്യൻ ചേച്ചിയും ജിസേൽ ചേച്ചിന് ഒരുമിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെറ്റാണോ ശരിയാണോ നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അനുസരിച്ച് അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാമറയിൽ നോക്കാം, നിങ്ങൾക്ക് ഇപ്പോൾ തെറ്റാണോ ശരിയാണോ എന്തറിയണമെങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കാമെന്ന് അനുസരിച്ച് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിടനെ കേൾക്കാത്ത മതി ഞാൻ ക്യാമറ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി. ഫസ്റ്റ് ഈ ക്യാമറ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടില്ല, പിന്നീട് കുറേ പോയപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അത് ഞാൻ ആകെ ആദ്യം ചേച്ചി ജിസേൽ ചേച്ചി ബെഡിൽ കിടക്കും. ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. വാട്ടർ വെറ്റീസ് അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് ഒന്നും കണ്ടിട്ടില്ല.
ഇത് തെറ്റാണോ ശരിയാണോ എന്ന് മാത്രം നമുക്ക് അറിയില്ല. ചേച്ചിയുടെ ഇഷ്ടം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതാണ് ചേച്ചി തീരുമാനിച്ചപ്പെടാൻ. അപ്പോൾ ഇനി ആൽച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൽച്ചേട്ടന് സ്ത്രീ ബഹുമാനം ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുചേച്ചി ആൽച്ചേച്ചിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ തെറ്റാണോ, അത് തെറ്റാണോ ശരിയാണോ എന്ന് അതെല്ലാം ഒഴുകി ചേച്ചിനോട് ഫൈറ്റ് ചെയ്യാനാണ് പോയത്. എനിക്കൊന്നും മനസ്സിലായില്ല. ചേച്ചിയുടെ എതിരെ ഇപ്പോൾ എന്താ പറയുക, ചേച്ചിക്ക് അവിടെ ഒരു ഒപ്പീനിയൻ പറയാനുള്ള സ്ഥാനം ഇല്ല. എനിക്ക് ചേച്ചി എന്തിനാ പിന്നെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. എന്തായാലും അവിടെ അനുചേച്ചിക്ക് ഒരു ഒപ്പീനിയൻ പവർ ഉണ്ട്. അനുചേച്ചി അത് പറഞ്ഞു. അതിന് എന്തിനാണ് അനുചേട്ടൻ ഇത്രയും അധികമായിട്ട് ഫൈറ്റ് പവർ കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്? ചേച്ചി സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആര്യച്ചേട്ടന് എതിരായിട്ട് അനുചേച്ചി സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യുക, ഞാനിത് ചെയ്തോ ഇല്ല ഞാൻ ചെയ്തില്ല എന്ന് എനിക്കൊരു ഇൻട്രഡ്യൂസിങ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റാൻഡപ്പായിട്ട് നിൽക്കണം. അത് മനസ്സിലായില്ല. നമ്മൾ സ്റ്റാൻഡപ്പായി നിൽക്കുന്നു. പിന്നെ ഇത് തെറ്റ് പറഞ്ഞാലും ശരി ഞാൻ ചെയ്തിട്ടില്ല. ആ ഒരു സിൻസിയർ പവർ വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഷോസിലൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ഇതിൽ ജീവിക്കും. അങ്ങനെ പിന്നെ എന്തിനാണ് ഒരു പ്രോഗ്രാമിൽ പോകണത്? ഇതൊരു പബ്ലിക് പ്ലേസാണ്. അതിൻ്റേതായ റൂൾസ് പാലിക്കുക തന്നെ വേണം. അപ്പോൾ ചേട്ടൻ എന്താ പറയുക, അനുസരിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യണം. എന്താ ഉണ്ടായത്, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ നിന്നാൽ പോലെ. അപ്പോൾ അതൊക്കെ സയൻറ്റിഫിക്കലി അത് തെറ്റ് ചെയ്ത ആൾക്കാരാണ് ചെയ്യുക. ബട്ട് ഞാൻ ഒന്നും പറയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ കണ്ടിട്ടില്ല, അതെന്താണ് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ബട്ട് എനിക്കൊന്നും വരാണ്ട് ഇതൊരു പബ്ലിക് ഷോയാണ്, പ്രേക്ഷകർ പൊട്ടന്മാരല്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാം. ദാറ്റ്സ് ഓൾ. പിന്നെ എന്താണ്, ഇതുപോലത്തെ അടുത്ത വീഡിയോ ചെയ്യാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ബൈ, സീ യു, ബൈ. ഓക്കെ.